ശേഖര. ഓ ഓ നമസ്കാരം മാഷേ. നമസ്കാരം. അവിടെ നിക്ക്. ആനന്ദമാഷ് തന്നെ കാണാൻ വന്നതല്ല, കൈയും തുടച്ച് ലോക്യം പറയാൻ വരുന്നു. ആദ്യം ഞാൻ തനിക്ക് തന്ന തന്റെ പണി തീർക്കാൻ നോക്ക്. വാ മാഷ് കയറി വാ. സുശീലേ, ആ ഞാൻ ശേഖരനെ കൂടി കാണാൻ വേണ്ടി വന്നത്. ഓ ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഞാൻ വിചാരിച്ചത് മാഷ് മകളെയും മരുമകനെയും പേരക്കുട്ടിയൊക്കെ കാണാൻ വന്നാണെന്നാ. ഓ, അതിനല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് നിന്റെ ഇഷ്ടം. ഞാൻ എന്തായാലും ശേഖരനോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. കാണാം. ആ മാഷേ, സംസാരിക്കുന്നൊക്കെ കൊള്ളാം. അയാളുടെ ജോലി എങ്ങാനും തടസ്സപ്പെടുത്തിയ 3 നേരം അങ്ങേർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത് ഞാനാ, മാഷല്ല. അമ്മേ, മാഷിനോട് ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മയുടെ ദേഷ്യം തീർക്കേണ്ട വ്യക്തിയാണോ മാഷ്? എടി, വ്യക്തിത്വം ആദ്യം മാഷ് കാണിക്കട്ടെടി. ഇതെന്റെ വീടാ. ഇവിടെ ആര് കയറി വന്നാലും ആദ്യം എന്നോട് മര്യാദ കാണിക്കണം. അല്ലാതെ എന്റെ ശത്രുവിനെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണം. മാഷേ, ഒലിച്ചു വന്ന ഒച്ചിനെ ബാക്കിയുള്ളവരുടെ മുറ്റത്തേക്ക് തട്ടിയിട്ടതും പോരാ, അതിനെ പരിപോഷിപ്പിക്കാൻ വന്നിരിക്കുവാണോ? കൊള്ളാലോ. ഞാൻ ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ മാത്രം താല്പര്യപ്രകാരമോ സുശീലയ്ക്ക് ഒച്ചിന്റെ ശല്യം ഉണ്ടാക്കാനോ അല്ല. ശേഖരനെ യഥാർത്ഥ അവകാശികളെ ഏൽപ്പിക്കാൻ എന്നോട് പറഞ്ഞത് പോലീസാ. പിന്നെ ശേഖരനുമായി സംസാരിക്കാൻ സുശീല എന്നെ സമ്മതിച്ചില്ല എങ്കിൽ അയാളുടെ സുഖവിവരം തിരക്കാൻ പോലീസ് ഇങ്ങോട്ട് വരും. പിന്നെ മാഷിനെ പോലീസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുവാണോ? വന്നോട്ടെ മാഷേ, പോലീസോ പട്ടാളോ ആര് വേണേലും വരട്ടെ. ദേ, ഇയാള് പണ്ട് എന്നോട് ചെയ്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാം. അമ്മ ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട്. അതെ, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. ആദ്യം എന്നെ ദ്രോഹിച്ചതിന് അയാളെ ശിക്ഷിക്കട്ടെ. മതി അമ്മ, ഒന്ന് നിർത്ത്. വാ അമ്മ ഇങ്ങോട്ട് വന്നേ. അച്ഛനും മക്കളും കൂടി എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കുക. അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന്. നോക്കിക്കോ, ഞാൻ വെറുതെ വിടത്തില്ല.